السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, സഹോദരങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ പൊന്നമ്പിളി തെളിഞ്ഞ മനോഹരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ റബീഉൽ അവ്വലിൽ ഏറ്റവും പ്രധാനമായി നാം കണക്കാക്കപ്പെടേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പാത്രമായി നമ്മൾ സൂക്ഷിക്കപ്പെടുന്ന നമ്മുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള ആഗ്രഹമില്ലാത്തവരാരാണ്? ഈ റബീഉൽ അവ്വലിൽ അങ്ങനെ കാണാനുള്ള ആ ഒരു വലിയ പ്രയത്നത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനു വേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെങ്കിൽ അവിടുത്തെ സ്വലാത്ത് നിത്യമായി നിരന്തരമായി നമ്മുടെ ഊണിലും ഉറക്കത്തിലും നമ്മുടെ ചലനങ്ങളിലും നിശ്ചലനങ്ങളിലും എല്ലാ സമയങ്ങളിലും സ്വലാത്ത് കൊണ്ട് സമ്പന്നമായ ഒരു ലൈഫ് നമ്മൾ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ സ്വലാത്തിൻ്റെ ആന്തോളനം ഉണ്ടാകണം. നമ്മുടെ നാവുകൾ സ്വലാത്ത് കൊണ്ട് പച്ചപ്പാകണം. അതോടൊപ്പം തന്നെ നബിതങ്ങളെ കാണണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നബിതങ്ങളുടെ സ്വലാത്ത് ചൊല്ലി നബിതങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹവും അതോടൊപ്പം മുത്തുനബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, അവിടുന്ന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് ചെയ്യുകയും അവിടുന്ന് നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മുത്തുനബിതങ്ങളാകുന്ന ആ പ്രണയത്തിൻ്റെ സാഗരത്തെ, ആ സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപത്തെ നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.